എല്ലാവർക്കും നമസ്കാരം. മിസ്റ്റർ ആർട്ടുവിന്റെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ ക്രിപ്റ്റോ അപ്ഡേറ്റിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ കുറച്ച് നാളായി കണ്ടിട്ടല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തിനെ കുറിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ട്വിറ്ററിൽ നടക്കുന്ന ഒരു ഹാഷ്ടാഗ് ആണ് ബോയ്ക്കോട്ട് ബൈനാൻസ് ആൽഫ. സോ ബൈനാൻസ് ആൽഫ എന്തെന്ന് പറയുന്നതിന് മുമ്പേ നമ്മുടെ ക്രിപ്റ്റോ വേൾഡിൽ അറിയാമല്ലോ, മെയിനായിട്ട് സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചും ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് പ്ലസ് വാലറ്റ്സ് ആണ് ഉള്ളത്. അപ്പോൾ ഈ ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകളിൽ നേരത്തെ ബൈനാൻസിനായിട്ടൊരു ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ഒന്നും ഇല്ലായിരുന്നു. പണ്ട് അല്ലെങ്കിൽ ഒരു 3-4 വർഷം മുന്നേ ബൈനാൻസ് എന്ന് പറയുന്ന ഒരു എക്സ്ചേഞ്ച്, സോ ആ ഒരു എക്സ്ചേഞ്ച് ആണ് ഇപ്പോൾ ഈ പറഞ്ഞ ക്രിപ്റ്റോയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വോളിയമുള്ള ഒരു എക്സ്ചേഞ്ച്. അപ്പോൾ ആ എക്സ്ചേഞ്ചിൽ ഒരു ടോക്കൺ വരുന്നത് തന്നെ വലിയ കാര്യമായിട്ടാണ് എല്ലാവരും കരുതുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ടോക്കൺ അവിടെ എത്തിക്കഴിഞ്ഞാൽ അതിന് അതൊരു എന്തോ ഒരു വലിയ ക്രെഡിറ്റ് പോലെയാണ്. അപ്പോൾ നോർമലി എല്ലാ ടോക്കൺസ് ഒന്നും ബൈനാൻസ് ലിസ്റ്റ് ചെയ്യത്തില്ല. സോ ഫസ്റ്റ് ഈ പറയുന്ന ഏറ്റവും ചെറിയ ചെറിയ എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്തിട്ടായിരിക്കും വരണം, അല്ലെങ്കിൽ അത്രയും പോപ്പുലാരിറ്റി വരണം, അല്ലെങ്കിൽ അത്രയും ഈ പറഞ്ഞ ട്രെൻഡിങ് ആവണം എന്നൊക്കെ, എന്നാലേ മാത്രമേ ബൈനാൻസ് ലിസ്റ്റ് ചെയ്യുള്ളൂ. പക്ഷേ കഴിഞ്ഞൊരു 1.5 വർഷം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ടോക്കൺസ് ചറ പറ ബൈനാൻസ് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ചുമ്മാ വരുന്നു ബൈനാൻസ് ലിസ്റ്റിങ്. അതായത് ബൈനാൻസിന് അതിൻ്റെ ഒരു വാല്യൂ നഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ ചുമ്മാ വന്ന് വന്ന് കണ്ണിക്കണ്ട ടോക്കൺസ് എല്ലാം ലിസ്റ്റ് ചെയ്യുന്നു. കുറേ ആൾക്കാർ വാങ്ങിച്ചിടുന്നു. ഒരു 2-3 മാസം 6 മാസത്തിനകത്ത് കുറേ ടോക്കൺസ് ഡീലിസ്റ്റ് ചെയ്യുന്നു. നിങ്ങൾ ഇന്നും ബൈനാൻസിൻ്റെ നോട്ടിഫിക്കേഷനിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ട്രേഡിംഗ് ഓളിയും ഇല്ലാത്ത ഒരുപാട് ടോക്കൺസിനെ അവർ ഡീലിസ്റ്റ് ചെയ്യുന്നു. പിന്നെ ഈ പറയുന്ന പല രാജ്യങ്ങളും KYC നിർബന്ധമാക്കുന്നു. അവിടെ എല്ലാ റെഗുലേഷൻസ് വരുന്നു. അപ്പോൾ ബൈനാൻസിന് ഈ പറയുന്ന ഒരുപാട് ടോക്കൺസ് ലിസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതിന് ബൈനാൻസ് കണ്ടുപിടിച്ച ഒരു വഴിയാണ് ബൈനാൻസ് ആൽഫ. ബൈനാൻസ് ആൽഫ എന്ന് പറയുമ്പോൾ ഇപ്പോൾ മറ്റ് ഈ പറയുന്ന ട്രസ്റ്റ് വാലറ്റ്, മെറ്റാമാസ്ക് ഒക്കെ പോലെ ബൈനാൻസിൻ്റെ ഡീസെൻട്രലൈസ്ഡ് വാലറ്റ്. സോ ബൈനാൻസിൻ്റെ ഡീസെൻട്രലൈസ്ഡ് വാലറ്റിൽ തന്നെ ഡയറക്റ്റ് ആയിട്ട് ടോക്കൺ അങ്ങ് ലിസ്റ്റ് ചെയ്യുന്നു. സോ ഇവിടെ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ട്രേഡിംഗ് ഓളിയോ എല്ലാം കിട്ടിയതിന് ശേഷം മാത്രം, അല്ലെങ്കിൽ ആ ഒരു ടോക്കൺ സർവൈവ് ചെയ്താൽ മാത്രം അവരവരുടെ എക്സ്ചേഞ്ചിലോട്ട് കൊണ്ടുപോകും. സോ ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയ ദോഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ പ്രോജക്ട്സുകളും, അതായത് ഈ പ്രോജക്ട്സ് ചെയ്യുന്ന ഏറ്റവും വലിയ തെണ്ടിത്തരം, ഞാൻ അങ്ങനെ പറയുള്ളൂ. കാരണം ഒരു ക്രിപ്റ്റോയിൽ ഒരു പ്രോജക്റ്റ് വരുന്നു, ആ ഒരു പ്രോജക്റ്റ് ഒരു വർഷം 6 മാസമൊക്കെ നിൽക്കുന്നു, ടെസ്റ്റ് നെറ്റ് കൊണ്ടുവരുന്നു, ടെസ്റ്റ് നെറ്റിൻ്റെ ലെവൽ 1, 2, 3 അങ്ങനെ 3-4 ഫേസ് ടെസ്റ്റ് നെറ്റ് കൊണ്ടുവന്നിട്ട് പിന്നെ മെയിൻ നെറ്റ് വരുന്നു. സോ മെയിൻ നെറ്റ് ചിലപ്പോൾ 1-2 ഫേസ് ഒക്കെ. അപ്പോൾ ഇവിടെ എല്ലാം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പ്രോജക്റ്റ് എല്ലാം വർക്കൗട്ട് ചെയ്യുന്നത് കമ്മ്യൂണിറ്റിയാണ്. ഒരു കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിലേ ഒരു പ്രോജക്റ്റ് സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മാന്യമായിട്ട് ഈ കമ്മ്യൂണിറ്റി എന്താ എയർ ഡ്രോപ്പ് ആഗ്രഹിച്ചാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്, എല്ലാ പ്രോജക്റ്റുകളും ഡയറക്റ്റായിട്ട് ബൈനാൻസ് ആൽഫയെ കൊണ്ടങ്ങ് ലിസ്റ്റ് ചെയ്യുന്നു, ഡംപ് ചെയ്യുന്നു. എന്നിട്ട് ഈ കമ്മ്യൂണിറ്റി, അതായത് കഴിഞ്ഞ ഒരു വർഷവും 6 മാസമൊക്കെ കഷ്ടപ്പെട്ട ആ ഒരു പ്രോജക്റ്റ് ടേക്ക് ഓൺ ചെയ്ത, ആ പ്രോജക്റ്റ് നടത്തിക്കൊണ്ട് പോയ കമ്മ്യൂണിറ്റിക്ക് പുല്ല് വിലയാണ് ഇവന്മാർ തരുന്നത്. കാരണം ഇത് എത്ര പേര് തുറന്നു പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷേ എനിക്കിത് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് എനിക്കറിയാം. കാരണം ഇവരുടെ ഒരു അൺഒഫീഷ്യൽ ചെക്കർ അല്ലെങ്കിൽ വേറൊരു ചെക്കർ വരുന്ന സമയത്ത്, അതായത് ബൈനാൻസ് ആൽഫ ലിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ വല്ല ചെക്കറും വരുമ്പോൾ നമുക്ക് കമ്മ്യൂണിറ്റി എല്ലാവർക്കും അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഡ്രോപ്പ് ആയിട്ട് കിട്ടും. പക്ഷേ ബൈനാൻസ് ആൽഫയുടെ ലിസ്റ്റിംഗ് അനൗൺസ് ചെയ്യുന്നതോടുകൂടി പിന്നെ കിട്ടുന്നത് ഒന്നും കാണത്തില്ല. ഈ ഇത്രയും കഷ്ടപ്പെട്ട കമ്മ്യൂണിറ്റിക്ക് ഒന്നുമില്ല. എന്നാൽ ബൈനാൻസ് ആൽഫയിൽ കുറേ വെയിൽസ് അല്ലെങ്കിൽ കുറേ പൈസ ഉള്ള ആൾക്കാർ ബൈനാൻസ് ആൽഫയിൽ കുറച്ച് ട്രേഡ് ചെയ്യുന്നു, കുറച്ച് പോയിന്റ്സ് ഉണ്ടാക്കുന്നു. അവർക്ക് ചുമ്മാ എയർ ഡ്രോപ്പ്. ഇപ്പം ലാസ്റ്റ് ഒരു 5-6 ദിവസം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചവറ് കണക്ക് പ്രോജക്ട്സ് ബൈനാൻസ് ആൽഫയിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ട്രേഡ് ചെയ്യുന്നവർക്ക് ഈ പ്രോജക്റ്റ് എന്താണെന്ന് അറിയത്തില്ല, എന്തുകൊണ്ട് ഈ പ്രോജക്റ്റ് മാർക്കറ്റിൽ വന്നു ഒന്നും അറിയത്തില്ല. അവർ ആ പ്രോജക്റ്റിലേക്ക് ഒരു കുന്തവും ചെയ്തിട്ടില്ല. അവർ ആ ബൈനാൻസ് ആൽഫയിൽ കുറച്ച് ട്രേഡ് ചെയ്തു, അത്ര മാത്രമേ. അങ്ങനെ ട്രേഡ് ചെയ്ത് ബൈനാൻസ് ആൽഫയിൽ പോയിന്റ്സ് വയ്ക്കുന്നുണ്ട്. പിന്നെ ഈ ബൈനാൻസ് ചെയ്യുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ പോയിന്റ്സ് ഓരോരോ പ്രോജക്റ്റ് ലിസ്റ്റ് ചെയ്യുമ്പോഴും അവർ പോയിന്റ്സ് കൂട്ടിക്കൊണ്ട് വരുവാണ്. അതായത് ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ ഒരു ബിഗിനറിന് അല്ലെങ്കിൽ ഒരു തുടക്കക്കാരനൊന്നും ഇത് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ട്രേഡിംഗ് വോളിയം ഡബിൾ ആയാൽ മാത്രമേ പോയിന്റ് കയറത്തുള്ളൂ. അതായത് നിങ്ങളൊരു $100 ഇട്ട് 2 ട്രേഡ് എടുത്തു, അപ്പോൾ $200 ട്രേഡ് ആകത്തുള്ളൂ. അപ്പോൾ അവന്മാർ ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്, ഇത്ര ഇത്ര ഡോളറുകൾ കയറി 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 വന്നാൽ മാത്രമേ അവർ പോയിന്റ്സും തുടക്കത്തിലുള്ളൂ. അത് ബൈനാൻസ് ആൽഫ തുടക്കത്തിലേ ചെയ്യുന്നവർക്ക് ബെനിഫിറ്റ് ആണ്. പിന്നെ ഈ പറഞ്ഞ കമ്മ്യൂണിറ്റിയെ കളഞ്ഞിട്ട് ഇവന്മാർ ഇത് എന്തിന് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്തിന് ചെയ്യുന്നു മീൻസ്, ഇപ്പോൾ ഒരു എയർ ഡ്രോപ്പ് അനൗൺസ് ചെയ്യുന്നു, നാളെ വൈകുന്നേരം 3:30 ലിസ്റ്റിംഗ് ടൈം വെച്ചിട്ട് ബൈനാൻസ് ആൽഫയ്ക്ക് തലേദിവസമേ എല്ലാം കൊടുക്കും. അവർ ഈ ലിസ്റ്റിംഗ് ടൈം വരുന്ന സമയത്ത് ഡംപ് ചെയ്തിട്ട് അവർ എക്സിറ്റ് ആവും. കമ്മ്യൂണിറ്റിക്ക് ചിലപ്പോൾ 1 മണിക്കൂറും 2 മണിക്കൂറും കഴിഞ്ഞ് എല്ലാം ഡംപ് ആയതിനു ശേഷം അണ്ണന്മാർ പതുക്കെ ക്ലെയിം ഓപ്ഷൻ കൊണ്ടുവരും. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ട്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് എത്ര പ്രോജക്റ്റ് ആണെന്ന് അറിയാമോ ഇങ്ങനെ കൊണ്ടുവരുന്നത്? ഇപ്പോൾ എനിക്ക് വിഷമമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ലെയർജ് എന്ന് പറയുന്ന പ്രോജക്റ്റും ബൈനാൻസ് ആൽഫയിൽ ലിസ്റ്റ് ചെയ്തു.
ഈ ലെയർജൊക്കെ കഴിഞ്ഞ ഒരു 6, 7 മാസം കൊണ്ട് കമ്പ്യൂട്ടർ ഓണാക്കിയിട്ട് എല്ലാം ചെയ്തിട്ട് ഇപ്പൊ എനിക്ക് എത്ര ടോക്കൺ കിട്ടിയത് ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം. ആകെ തന്നിട്ടുള്ള 200 ടോക്കൺ. എന്നാൽ ബൈനാൻസ് ആൽഫയിൽ ട്രേഡ് ചെയ്ത എല്ലാവർക്കും അവർ മിനിമം 1000 ടോക്കൺ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തിന് ഈ പ്രോജക്റ്റിൻ്റെ ഒക്കെ പുറകെ പോകണം? ബൈനാൻസ് ആൽഫ ചെയ്താൽ പോരെ. എന്തിനാണ് ഈ പ്രോജക്റ്റിൻ്റെ ഒക്കെ പുറകിൽ ഇത്രയും 6 മാസം 1 വർഷം നമ്മുടെ കമ്പ്യൂട്ടർ ഓണാക്കിയിട്ട് നമ്മുടെ ബ്രൗസറിൽ ഒരു ഇത് ഓണാക്കിയിട്ട് എല്ലാം ചെയ്തിട്ട് ഒരു കാര്യമില്ല. സോ ബോയ്ക്കോട്ട് ബൈനാൻസ് ആൽഫ എന്ന് പറഞ്ഞ ഒരു ക്യാമ്പയിൻ ട്വിറ്ററിൽ നടക്കുന്നുണ്ട്. ഞാനത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം അവരെന്തെങ്കിലും ഒരു ഇത് കൊണ്ടുവരണം. അല്ലെങ്കിൽ പ്രോജക്ട്സ് ബൈനാൻസ് ആൽഫയിലേക്ക് കൊടുക്കാനായിട്ട് വേണ്ടി മാത്രം സപ്ലൈ നിന്ന് മാറ്റി വെക്കണം. ഇപ്പോൾ ലെയറേജിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ലെയറേജ് കമ്മ്യൂണിറ്റിക്ക് കൊടുക്കുന്നത് ടോട്ടൽ സപ്ലൈയുടെ 10% കമ്മ്യൂണിറ്റിക്ക് കൊടുക്കുന്നത്. ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്ത കമ്മ്യൂണിറ്റിക്ക് കൊടുക്കുന്നത്. അതും അതിൽ OG പാസ് എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ വാഴയ്ക്ക കിട്ടുമെന്ന് പറഞ്ഞിട്ട് OG പാസ് എടുത്ത ഒരുപാട് പേരുണ്ട്. ഞാൻ ഉൾപ്പെടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് കിട്ടിയ ടോട്ടൽ ടോക്കൺ 200 ടോക്കൺ. അത് OKX വാലറ്റ് വെച്ച് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ കണ്ടതാണ്. ഇനി മേ ബി ചിലപ്പോൾ അവരുടെ ഒഫീഷ്യൽ ചെക്കർ വരുമ്പോൾ ചിലപ്പോൾ മാറിയേക്കാം, ചിലപ്പോൾ മാറാതിരിക്കാം. ഐ ഡോണ്ട് നോ. ഒരുപാട് പേര് 6 മാസമോ 1 വർഷമൊക്കെ കഷ്ടപ്പെട്ട് ഇതിൻ്റെ പുറകെ നിന്ന് ഈ ഒരു പ്രൊജക്റ്റിനായി ഡെവലപ്പ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് വളർത്തി കൊണ്ടുവന്നു. അവർ ലിസ്റ്റ് ചെയ്യുന്ന സമയമായപ്പോൾ നമുക്കൊക്കെ കറിവേപ്പില്ല. സോ എന്തുകൊണ്ട് ഞാനിപ്പോൾ എയർ ഡ്രോപ്പിൻ്റെ വീഡിയോ ഒന്നും ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് ഈ വീഡിയോ. കാരണം കഴിഞ്ഞ ഒരു 3-4 മാസം കൊണ്ട് മാർക്കറ്റ് ഇത് തന്നെയാണ് അവസ്ഥ. ഏതൊക്കെ എയർ ഡ്രോപ്പ് വരുന്നോ അവർ ഈ പറയുന്ന ബൈനാൻസ് ആൽഫയിലോട്ട് പോകുന്നു, അതിലേക്ക് കൊടുക്കുന്നു, കാര്യം കഴിയും. ഇപ്പോൾ സോറയൊക്കെ കഴിഞ്ഞ 2 വർഷം കൊണ്ട് അടുപ്പിച്ച് ഞാൻ ചെയ്യുവാണ്. എനിക്ക് അൺഒഫീഷ്യൽ ചെക്കറിൽ അറൗണ്ട് 10,000 11,000 ടോക്കൺ കാണിച്ചിട്ട് ലിസ്റ്റ് ചെയ്യണ സമയത്ത് സോറയുടെ എയർ ഡ്രോപ്പ് ആർക്കും വന്നിട്ടില്ല. പിന്നെ ഒടുക്കം തന്നത് വെറും 800 600 ടോക്കൺ. അത് കൂടിപ്പോയ എത്ര $5 $8 അങ്ങോട്ടാ വന്ന് എല്ലാം ഡംപ് ചെയ്തതിന് ശേഷം. ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. എന്ത് പറയാൻ ഒന്നും മനസ്സിലാവുന്നില്ല. മാർക്കറ്റ് വെയിൽസിന് മാത്രം അല്ലെങ്കിൽ ഈ പറയുന്ന ബൈനാൻസിലുള്ളവർക്ക് മാത്രം കൊടുത്തുകൊണ്ടിരിക്കട്ടെ. സോ കമ്മ്യൂണിറ്റി നല്ല രീതിയിൽ നെഗറ്റീവ് അടിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ കാണുന്നുണ്ട്. സോ എയർ ഡ്രോപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇനി പഴയ ലെവലിൽ ഒരു വലിയൊരു ഭീമമായ എയർ ഡ്രോപ്പ് കിട്ടുമെന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല. ഇപ്പോഴത്തെ എയർ ഡ്രോപ്പിൻ്റെ ഒക്കെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് റെഫറൽസ് ഒരു വലിയൊരു ക്രൈറ്റീരിയയാണ്. റെഫറൽസ് മെയിനായിട്ട് ഇപ്പോൾ നിങ്ങൾ മലയാളികളെ നോക്കേണ്ട ആവശ്യമില്ല. മലയാളികൾക്കൊന്നും അങ്ങനെ വലിയ റെഫറൽസോ കാര്യങ്ങളൊന്നും ഇല്ല. വളരെ കുറച്ചേ മാത്രമേ ഇവിടെ കിട്ടുന്നുള്ളൂ. ബാക്കി മൊത്തം ഹിന്ദി, തെലുങ്ക്, തമിഴ്, ഇംഗ്ലീഷ് അവർക്കൊക്കെ തന്നെയാണ് പോകുന്നത്. അവർക്കൊക്കെ ഈ പറയുന്ന ഓരോ പ്രോജക്റ്റിൻ്റെ എയർ ഡ്രോപ്പ് കിട്ടുന്നത് $50,000 $1,00,000 $2,00,000. സോ ഞാനൊരു ഇൻഫ്ലുവൻസർ എന്ന ലെവലിൽ പറയുന്നല്ല, ഞാനൊരു കമ്മ്യൂണിറ്റി മെമ്പർ എന്ന ലെവലിലേക്ക് പറയുവാണ്. ജെന്യൂനായിട്ട് ചെയ്യുന്ന കുറേ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഇപ്പോഴും മാർക്കറ്റിലുണ്ട്. അവരെയും കൂടെ വെറുപ്പിച്ച് കയ്യിലെടുക്കാതെ മാന്യമായിട്ട് എയർ ഡ്രോപ്പുകൾ കൊടുക്കുക. അതായത് ഒരു ഈ പറയുന്ന ഇപ്പോൾ ആർബിട്രൊക്കെ എയർ ഡ്രോപ്പ് നല്ല നീറ്റായിട്ട് കൊടുത്ത പ്രോജക്റ്റുകളാണ്. ഇപ്പോൾ സുയിയുടെ കാര്യം എടുത്ത് നോക്കുക. സുയിയും നല്ല നീറ്റായിട്ട് ഡെസ്റ്റിനേറ്റ് ചെയ്തൊക്കെ കൊടുത്ത പ്രോജക്റ്റാണ്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 3-4 ദിവസം കൊണ്ട് ഒരുപാട് പേര് പൂര തെറിവിളി നോക്കിയപ്പോൾ ഇത് തന്നെയാണ് അവസ്ഥ. ഈ 6 മാസം 1 വർഷം ചെയ്തവർക്ക് കൊടുക്കുന്ന 2 ടോക്കൺ, 1 ടോക്കൺ, 0.5 ടോക്കൺ. എന്നാൽ ബൈനാൻസ് ആൽഫ ചെയ്തവർക്ക് മിനിമം $100 ഗ്യാരണ്ടി. എന്തോ പറയാൻ. ഒരു പ്രോജക്റ്റും ചെയ്യാതെ ചുമ്മാ ബൈനാൻസിൽ ആ പ്രോജക്റ്റ് ലിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ കുറച്ച് ട്രേഡ് ചെയ്ത് കുറച്ച് വോളിയം ഉണ്ടാക്കി കുറച്ച് പോയിന്റ്സ് ഉണ്ടാക്കി വെക്കുന്നവർക്ക് പോയിന്റ്. ഇത് വന്ന് മൊത്തം ഈ പറയുന്ന എല്ലാം ബൈനാൻസിൻ്റെ കയ്യിലേക്ക്. അല്ലെങ്കിൽ ബൈനാൻസിൻ്റെ തന്നെയാണ് ഈ പറഞ്ഞ ട്രസ്റ്റ് വാലറ്റ്, കോയിൻ മാർക്കറ്റ് ക്യാപ്പ് എല്ലാ കുന്തവും. ഇന്ന് മാർക്കറ്റിലുള്ള ഏകദേശം 50-60% ക്രിപ്റ്റോയുടെ എല്ലാ കാര്യങ്ങളും ബൈനാൻസിൻ്റെ തന്നെയാണ്. അപ്പോൾ പിന്നെ ഇതും അവന്മാരുടെ കയ്യിൽ തന്നെ പോട്ടെ. എന്തോ പറയാൻ. ഞാനൊരാൾ പറഞ്ഞെന്ന് പറഞ്ഞ് ഇവിടെ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. എനിക്ക് ജസ്റ്റ് നിങ്ങൾക്കൊരു അവയർനെസ് തരണമെന്ന് തോന്നി. സോ ഇങ്ങനെയാണ് മാർക്കറ്റ് നടക്കുന്നത്. അപ്പോൾ വീണ്ടും വീഡിയോസൊക്കെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ